പഠിച്ചവനറിയാം അവൻ്റെ ശരീരവും മനസ്സും എങ്ങനെയാണ് ആരോഗ്യത്തോടെ നിൽക്കേണ്ടത് എന്ന്. അതിനു വേണ്ടിയിട്ടാണ് വർഷത്തിൽ ഒരു മാസം ഇങ്ങനെ ഒരു സംവിധാനം വെച്ചത്. എണ്ണ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ കൂടുതൽ രോഗികളാവുക ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു മാസമെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നല്ല ആരോഗ്യമുള്ള ഒരവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള കൂട്ടായ ശ്രമമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെയാണ് ഇത്തവണ കമ്പളക്കാട് ടൗൺ പള്ളിയിലെ നോമ്പുതുറ വിഭവങ്ങൾ മാറിയത്. എണ്ണപ്പലഹാരങ്ങൾക്ക് പകരം ആവിയിൽ വേവിച്ച പലഹാരങ്ങൾ മാത്രമാണ് ഇത്തവണ വിളമ്പുന്നത്. സ്വാലിഹീങ്ങളുടെ നോമ്പാക്കണേ അല്ലാഹ്, സ്വർഗത്തിൽ ഇടം ലഭിക്കാൻ ഉതകുന്ന, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഉതകുന്ന നോമ്പായി സ്വീകരിക്കുക. കാലി വയറിലേക്ക് നമ്മൾ ഈ പൊരിച്ച എണ്ണയും കാര്യങ്ങളും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് രോഗങ്ങൾ, പല ആളുകളും പല വിധത്തിലുള്ള അസുഖങ്ങളായിട്ട്, ഏകദേശം ഡയാലിസിസ് പേഷ്യൻ്റായിട്ടും അതുപോലെ ക്യാൻസർ മറ്റുള്ള പേഷ്യൻസൊക്കെ ഒരുവിധം മലിൽ തന്നെ ഒരുവിധം പേഷ്യൻ്റ് ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയമായിട്ട് നമ്മളെ മഹല്ല് കമ്മിറ്റി ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്. ഹജ്ജ് ഉംറ സിയാറ മഖബൂൽ മബ്റൂർ മർദിയായ നിലയിൽ നിർവഹിക്കാനുള്ള വിധി തരണേ അല്ലാഹ്. 300ഓളം ആളുകൾ ദിവസവും പള്ളിയിൽ നോമ്പ് തുറക്കാനെത്തും. 10 ഏരിയകളിലായി 770 വീടുകളാണ് ടൗൺ പള്ളിക്ക് കീഴിലുള്ളത്. 2 സ്ഥലത്ത് നിസ്കാര പള്ളികളിൽ നോമ്പ് തുറയുണ്ട്. ബാക്കി 8 ഏരിയകളിലെ വീട്ടുകാരാണ് ടൗൺ പള്ളിയിലേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത്. നോമ്പുതുറയിലെ ആരോഗ്യകരമായ മാറ്റത്തെ സന്തോഷത്തോടെയാണ് മഹല്ലിലെ വിശ്വാസികളും സ്വീകരിക്കുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ മാതൃഭൂമി ന്യൂസ്, വയനാട്.